നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ ഇന്നുള്ളത് ബാംഗ്ലൂരിലെ വസന്ത നഗറിലുള്ള നാഷണൽ മിലിറ്ററി മെമ്മോറിയൽ മ്യൂസിയത്തിലാണുള്ളത്. നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം വരിച്ച ധീര ജവാന്മാരുടെ ഓർമ്മയ്ക്കായിട്ട് കർണാടക ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു മ്യൂസിയമാണിത്. നമ്മൾ ചെല്ലുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്റ്റാച്ചു ഉണ്ടാകും, ഒരു തോക്കൊക്കെ പിടിച്ചിട്ട്. അത് ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലും ബാംഗ്ലൂരിൽ നിന്ന് പങ്കെടുത്ത ആൾക്കാരുടെ മെമ്മറീസിനായിട്ട് അവർ ഒരുക്കിയിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണത്. നേരത്തെ അത് കപ്പൻ പാർക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മ്യൂസിയം റൺ ആയതിനു ശേഷം അതിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. അതിൽ മരിച്ചവരുടെ പേരുകളെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 7.5 ഏക്കറിലാണ് ഈ മ്യൂസിയം ഉള്ളത്. നല്ല ഗ്രീനറി ആയിട്ടുള്ള ഒരു ഏരിയ. നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രണ്ടായിരത്തി 13 ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തത്. ഇവിടെ പോലീസും മിലിറ്ററിക്കാരും എല്ലാവരും ഉണ്ടാകും അതിൻ്റെ സുരക്ഷയ്ക്കായിട്ട്. നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ ചെന്നാൽ കാണാൻ പറ്റുന്നത്. 15 രൂപയാണ് എൻട്രി ഫീസായിട്ടുള്ളത്. തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 7:30 വരെ. 7:30യോടുകൂടി വാട്ടർ ഡാൻസ് ഉണ്ട്. അതിനുശേഷമാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. നമ്മൾ ഈ കാണുന്ന ഫ്ലാഗ് ഉണ്ടല്ലോ, ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഫ്ലാഗാണ്. 65 മീറ്ററിലാണ് ഈ ഫ്ലാഗ് അവർ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലാഗ് കാണാൻ പറ്റും. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെയൊക്കെ ഏകദേശം അടുത്ത് തന്നെയാണ് ഈ മെമ്മോറിയൽ മ്യൂസിയം ഉള്ളത്. നമുക്ക് കാണാൻ പറ്റും, അതുപോലെ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മളൊക്കെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഇത്തിരിയോ നമ്മളുള്ളൂ. ഒരു ഈവനിങ് സമയത്ത് ചെല്ലുവാണെങ്കിൽ നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട്. ആ ഫ്ലാഗിൻ്റെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഗ്രാനൈറ്റ് കല്ലുകളാണ്. ഈ കല്ല് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവിത്യാഗം ചെയ്ത 22,000-ഓളം സോൾജേഴ്സും അവർ ഉണ്ടായിരുന്ന റെജിമെൻറ്റും അവർ പങ്കെടുത്ത യുദ്ധത്തിൻ്റെ ഡീറ്റെയിൽസും മരിച്ച വർഷമൊക്കെയാണ് ഈ കല്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ ഒരു 10-15 ഗ്രാനൈറ്റിൻ്റെ കല്ലുണ്ട്. അതിലാണ് ഈ 22,000 പേരുടെയും പേര് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാടിന് അവരോടുള്ള കടപ്പാട് ഈ പേരുകളിലൂടെ നമ്മൾ കാണിക്കുന്നു, ആ കുത്തിവെച്ച പേരുകളിലൂടെ. ഇപ്പം നിങ്ങൾക്ക് നേരെ കാണുന്നത് ഒരു ഗ്രാനൈറ്റിൻ്റെ ഒരു കല്ല് തന്നെയാണ്. ഏകദേശം 700 ടണ്ണ് ഭാരമുള്ള 75 മീറ്റർ ഉയരമുള്ള വീരക്കല്ലെന്നാണ് അതിന് പറയുന്നത്, ഹീറോ സ്റ്റോൺ എന്ന്. ഇതും ഒരു സിംബോളിക്കാണ് നമ്മുടെ നാടിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ജവാന്മാർക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതും അവിടുത്തെ മ്യൂസിയം കറക്റ്റായിട്ട് ഫങ്ഷൻ ആയിട്ടില്ല. കുറേയൊക്കെ മെയിൻ്റനൻസ് വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഫ്ലാഗ് ഉള്ളത്. ആ ഫ്ലാഗ് ഇങ്ങനെ പറന്ന് കളിക്കുന്നത് തന്നെ കാണാൻ നമുക്ക് നല്ലൊരു രസമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ബാംഗ്ലൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഓവർസീ ചെയ്യുന്നത്. അവരാണ് ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്. സുരക്ഷയ്ക്കായിട്ട് പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ നല്ല മരങ്ങളും ഇരിക്കാനൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു വീക്കെൻഡിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ഏകദേശം 2-3 മണിക്കൂർ എടുക്കും നമ്മളിതെല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കി അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. ഈ ഫ്ലാഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു അണ്ടർഗ്രൗണ്ട് ഓഫീസ്. ഇവിടെ നേരത്തെ ഒരു മ്യൂസിയം ആയിരുന്നു. ഇതിനകത്ത് വാറിനകത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അതിനോടൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതായിരുന്നു.
അപ്പം എന്താണെന്നറിയത്തില്ല, അത് ക്ലോസ് ചെയ്തേക്കുമായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. മനസ്സിലാക്കാൻ സാധിച്ചത് കുറച്ച് നാളായിട്ട് ആ ഒരു ഓഫീസ് വർക്ക് ചെയ്തില്ലെന്നുള്ളതാണ്. ഈ പാർക്കിൻ്റെ ഭാഗമാണ് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ഉപയോഗിക്കുന്ന യുദ്ധ ഉപകരണങ്ങൾ. ഇപ്പം നമുക്ക് കാണാൻ പറ്റും, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത DRDO ഈ പാർക്കിന് വേണ്ടി ഡൊണേറ്റ് ചെയ്ത മിസൈൽസിൻ്റെ മോഡലാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് അഗ്നിയുണ്ട്, ആകാശുണ്ട്, പൃഥ്വിയുണ്ട്, ബ്രഹ്മോസ് മിസൈലുണ്ട്. അപ്പം നമ്മളെ പബ്ലിക്കിനൊക്കെ ഇത് പോയി കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു അവസരമാണ് ഈ പാർക്കിലൂടെ നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ ഉള്ളത്. അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ നമുക്ക് ആരുമില്ല. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിനകത്ത് നോക്കി നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ചെന്നാൽ കാണാൻ പറ്റുന്നത് ഒരു MiG-23 PNSM 225 ഒരു മോഡലാണ്. ഇത് ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഈ പാർക്കിലേക്ക് അവർ ഡൊണേറ്റ് ചെയ്തത്. ദൂരെ നോക്കുവാണെങ്കിൽ നമ്മളിത് പറക്കുന്ന പോലെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അത് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തേക്കല്ല, അതൊരു പറക്കുന്ന പോലെ ആ ഒരു ആംഗിളിലാണ് അവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹെലികോപ്റ്ററും ഉണ്ട്. ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനമായിരുന്നു. പിന്നെ അതിൻ്റെ സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ പബ്ലിക്കിന് കാണാനും മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് ഈ പാർക്കിലേക്ക് ഡൊണേറ്റ് ചെയ്യുമായിരുന്നു. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ISROയുടെ തന്നെ ഒരു PSLV ഉണ്ട്. അതും ഈ പാർക്കിലേക്ക് ഡൊണേറ്റ് ചെയ്തതാണ്.